ഹലോ എവരിവൺ. ഒരുപാട് ഫിയറിലൂടെ എന്തിനും ഏതിനും ഫിയറായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു ഞാൻ. ഫിയർ ഓരോന്ന് വരുമ്പോഴും ഒരുപാട് ടെൻസ്ഡായി ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മളായി പോവാറുണ്ട്. പല ആളുകളും എന്നോട് അതിനെക്കുറിച്ച് പറയാറുണ്ട്, എനിക്കതിന് ഫിയർ ഉണ്ട്, ആ ഒരു രൂപത്തിൽ എന്നോട് സംസാരിക്കാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. നമുക്ക് ഫിയർ വരുന്നുണ്ടെങ്കിൽ ഫിയർ എന്താണ്, അതും സ്വാഭാവികമായിട്ടുള്ള ഒരു ഇമോഷനാണെന്ന് ആദ്യം മനസ്സിലാക്കുക, അതിനെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഫിയർ നമുക്ക് വേണ്ടത് തന്നെയാണ്. ഏത് ദേഷ്യം നമുക്ക് വേണ്ടതാണ്, അതുപോലെ ഫിയർ നമുക്ക് വേണ്ടതാണ്. എല്ലാം സ്റ്റക്കാകുന്ന രൂപത്തിലാവരുത്, എല്ലാത്തിനും അതിൻ്റെ ലിമിറ്റായിട്ടുള്ള രീതിയിൽ ഫിയറും നമുക്ക് വേണം. ഒരു ഫിയർ ഇല്ലാത്ത ഒരാൾ ഡ്രൈവിങ്ങിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ റോഡ് അയാളുടെ ജീവൻ തന്നെ അപകടത്തിലാവും. അപ്പോൾ ചെറിയൊരു ഫിയറോട് കൂടിയിട്ട് ആ ഒരു ഡ്രൈവ് ചെയ്യുമ്പോഴാണ് അതിന് ഏറ്റവും ബെസ്റ്റായിട്ട് അവർ സൂക്ഷ്മത പുലർത്തിയിട്ട് അത് ഡ്രൈവ് ചെയ്ത് പോവുക. അപ്പോൾ ആ ഒരു ഫിയർ നമുക്ക് വേണ്ടത് തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഏത് ഇമോഷനിലാണെന്ന് മനസ്സിലാക്കുക, നമ്മുടെ ഇമോഷൻസ് അക്നോളജ് ചെയ്യുക എന്നുള്ളതാണ്. അത് അക്നോളജ് ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ജസ്റ്റ് ആ ഒരു ഫിയറിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് അതിനെ അക്നോളജ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്തുകൊണ്ടാണ് എനിക്കിത് വന്നതെന്ന് ജസ്റ്റ് നമ്മളോട് തന്നെ നമ്മളൊന്ന് ആസ്ക് ചെയ്ത് നോക്കുക. ഇപ്പോൾ ചെറിയൊരു പാറ്റയെ കാണുമ്പോഴാണ് എനിക്ക് പേടി വരുന്നതെന്നുണ്ടെങ്കിൽ, ആ പാറ്റയെ കാണുമ്പോൾ ഞാൻ പേടിച്ച് പുറകോട്ട് പോകുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടായിരിക്കും എനിക്ക് ഈ ഒരു ഫിയർ വന്നത്? ആ ഒരു സോഴ്സിനെ ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യുക. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിനെ റീഫ്രെയിം ചെയ്യുക എന്നുള്ളതാണ്. ഒരു പാറ്റയെ കാണുമ്പോൾ നമുക്ക് പേടി വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു ഫിയറാണ്. അപ്പോൾ ആ ഒരു ഫിയറിനെ ഞാൻ എന്ത് ചെയ്യണം, അതിനെ റീഫ്രെയിം ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ റൂട്ട് കോസിലേക്ക് നമ്മൾ പോകണം. അത് എന്ന് മുതലാണ് എനിക്കിത് സ്റ്റാർട്ട് ചെയ്തത്? ചിലപ്പോൾ നമ്മളുടെ പേരൻസോ ഇല്ലെങ്കിൽ സൊസൈറ്റിയിൽ നിന്നൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു ഇമോഷൻസ്, അവരുടെ ഇമോഷനും നമ്മുടെ ഇമോഷനും ഒക്കെ നമ്മൾ ലേൺ ചെയ്തെടുത്തായിരിക്കും. അവരുടെ ഇമോഷനിൽ നിന്നോ ഇത് പേടിക്കേണ്ട ഒരു സാധനമാണ് എന്നുള്ള രീതിയിൽ നമ്മൾ ലേൺ ചെയ്തെടുത്തായിരിക്കും. ഇനിയിപ്പോൾ ഡ്രൈവ് ചെയ്യാൻ പേടിയുള്ള ആളുകളാണെങ്കിൽ ഒരുപാട് ആക്സിഡൻറ്റ്സ്, ഹൊററായിട്ടുള്ള പേടിപ്പിക്കുന്ന മൂവീസ് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ മൈൻഡിൽ അതിന് പേടി വന്നു പോയതായിരിക്കും. അപ്പോൾ എന്താണ് അതിൻ്റെ റീസൺ എന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ കട്ട് ചെയ്യുക. ഇപ്പോൾ ഹൊററായിട്ടുള്ള മൂവീസ് കണ്ടിട്ടാണ് ഈ ഒരു ഫിയർ വന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അതിനെ കട്ട് ചെയ്യുക. ആ ഒരു ഹൊറർ മൂവീസ് കാണുന്നത് സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് നല്ല നല്ല പോസിറ്റീവായിട്ടുള്ള അതുപോലെ ഈ ഒരു നമ്മൾ പേടിക്കുന്ന കാര്യങ്ങൾ നേരിട്ടിട്ടുള്ള ആളുകളുണ്ടാവും, അവരുടെ സ്റ്റോറീസ് കാര്യങ്ങളൊക്കെ കേൾക്കുക, അത് കാണുക. ഈ ഒരു ഫിയറിലൂടെ പോയിട്ട് അവർ അച്ചീവ് ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള മോഡൽസ് നമ്മൾ സെലക്ട് ചെയ്തെടുത്തിട്ട് ആ ഒരു അച്ചീവ്മെൻറ്റ്സിലൂടെ നമ്മൾ പോകുക എന്നുള്ളതാണ്. ആ ഒരു അച്ചീവ്മെൻറ്റ്സിലൂടെ നമ്മൾ പാസ് ചെയ്ത് പോയിട്ട് അതിൽ നിന്ന് നമ്മൾ ഇൻസ്പയർ ആവുക. പിന്നെ ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് ഫിയർ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു മൊമെൻറ്റിൽ നമ്മൾ ഫോക്കസ് ആവുക. അപ്പോൾ നമ്മൾ സോഴ്സ് ഐഡൻറ്റിഫൈ ചെയ്തു, ഇങ്ങനെ ഒരു സംഭവത്തിൽ നിന്നാണ് ഇത് വന്നിരിക്കുന്നതെന്ന് മനസ്സിലായി. പിന്നെ നമുക്ക് മെൻ്റലി അതിനെ പ്രിപ്പയർ ചെയ്യാം. ഇപ്പോൾ ആ ഒരു കാര്യം നേരിടാൻ വേണ്ടിയിട്ട് മനസ്സുകൊണ്ട് നമുക്ക് തയ്യാറെടുക്കാം. അതിന് വേണ്ടിയിട്ടുള്ള വിഷ്വലൈസേഷൻ പോലെ അത് മനസ്സിൽ കാണാം. ഡ്രൈവ് ചെയ്യാനാണ് ഫിയർ എന്നുണ്ടെങ്കിൽ ആ ഒരു ഡ്രൈവിങ് നമ്മൾ നന്നായിട്ട് ചെയ്ത് എൻജോയ് ചെയ്ത് പോകുന്നത് നമുക്ക് കാണുന്നതിലൂടെ ആ ഒരു ഫിയർ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ പിന്നെയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, ഇതിൽ നിന്ന് സക്സസ് ആയിട്ടുള്ള ആളുകളുടെ ആ ഒരു ജേണി നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെറിയ ചെറിയ നമ്മളെടുക്കുന്ന ഓരോ സ്റ്റെപ്സിലും നമ്മൾ എന്ത് ചെയ്യുക, അപ്രീസിയേഷൻ ചെയ്യുക. ഓരോ ചെറിയ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ചെറിയ സ്റ്റെപ്പാണെങ്കിലും അത് എടുക്കുക, അതിന് നമ്മൾ തന്നെ നമ്മളെ അപ്രീസിയേഷൻ ചെയ്ത് മുന്നോട്ട് പോവുക. ഓരോ ചെറിയ സ്റ്റെപ്പിലും ഓരോ മൂവ്മെൻറ്റ്സിലും നമ്മൾ എൻജോയ് ചെയ്യുക, അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ട് അപ്രീസിയേറ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. നമ്മൾ തന്നെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളുടെ പ്ലാനിനെ നമ്മൾ എന്ത് ചെയ്യുക, മറ്റുള്ള ആളുകൾക്ക് മുന്നിൽ അവതരിപ്പിക്കുക. ആർക്കെങ്കിലും അല്ലെങ്കിൽ ആരുടെയെങ്കിലും സപ്പോർട്ട് തേടണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവരുടെ സപ്പോർട്ട് ആവശ്യപ്പെടാം. പല ആളുകൾക്കും എന്തെങ്കിലും സപ്പോർട്ട് ചോദിക്കാനൊക്കെ വളരെ മടിയാണ്.
അത് ഞാൻ തന്നെ ചെയ്യണം, ഞാൻ ചെയ്താലേ ശരിയാവുള്ളൂ എന്നൊക്കെ വിചാരിക്കുന്ന പല ആളുകളുണ്ടാവും. അപ്പോൾ എൻ്റെ പ്ലാൻ ഇങ്ങനെയൊക്കെയാണ്, എനിക്കിങ്ങനെയൊക്കെ ആഗ്രഹങ്ങളുണ്ട്, എനിക്കിങ്ങനെയൊക്കെ നേടിയെടുക്കണം, അപ്പോൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ നമ്മൾ ആളുകളുടെ അടുത്ത്, നമ്മുടെ ബെസ്റ്റായിട്ടുള്ള ആളുകളുടെ അടുത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, സപ്പോർട്ട് സീക്ക് ചെയ്യാം. നമ്മളിങ്ങനെ എടുക്കുന്ന ഓരോ സ്റ്റെപ്പിലും ഓരോ ആക്ഷനിലും ആ ഒരു സെലിബ്രേഷൻ നമ്മൾ കണ്ടെത്തുക. ഈ ഒരു ഫിയറിൽ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെടുക്കുന്ന ഓരോ ചെറിയ ചെറിയ സ്റ്റെപ്പും സെലിബ്രേറ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോവുക. എവരി മൊമെൻറ്റും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഫിയറിനെ അക്നോളജ് ചെയ്യുക, അതിനെ അക്സെപ്റ്റ് ചെയ്യുക. എന്താണ് എൻ്റെ ഫിയർ, അതിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോവുക. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ് എൻ്റെ ഫിയറിൻ്റെ സോഴ്സ് എന്നുള്ള കാര്യം ഐഡൻറ്റിഫൈ ചെയ്യുക. എവിടെ നിന്നാണ് എനിക്ക് ഈ ഒരു ഫിയർ സ്റ്റാർട്ട് ചെയ്തതെന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ ഒരു സോഴ്സിനെ മനസ്സിലാക്കിയിട്ട് അതിനെ റീഫ്രെയിം ചെയ്യുക എന്നുള്ളതാണ്. നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിന് മെൻ്റലി നമ്മൾ തയ്യാറാവുക. ആ ഒരു കാര്യം ചെയ്യാൻ അതിന് നല്ല ഫിയർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ മെൻ്റലി നമ്മൾ തയ്യാറാവുക. അതിന് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ സ്റ്റെപ്പ് എടുക്കുമ്പോൾ പോലും ആ ഒരു അപ്രീസിയേഷൻ കൊടുത്തുകൊണ്ട് എടുക്കുക. ഓരോ ചെറിയ സ്റ്റെപ്പും നമ്മൾ തന്നെ മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. മറ്റുള്ള ഇതുപോലെ ഫിയർ ആയിട്ടുള്ള ഒരുപാട് വ്യക്തികളുണ്ടാവും. ആ ഒരു വ്യക്തികളൊക്കെ ഈ ഒരു ഫിയറിനെ ഓവർകം ചെയ്തിട്ടുള്ള സ്റ്റോറീസ് നമ്മൾ വായിക്കുക, അതിനെ മനസ്സിലാക്കുക, അതിൽ നിന്ന് നമ്മൾ ഇൻസ്പയർ ആവുക. ഇതൊക്കെയാണ് നമ്മുടെ ഫിയറിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടുള്ള സ്റ്റെപ്സ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പേടികളൊക്കെ മറികടന്നിട്ട് വിജയങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്.